പിന്നെ ഉണക്കപ്പയറും കായും കൂടെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയണതാണ്. ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് വൻപയർ എടുത്തിട്ട് വേണമെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാം, അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും. ഇത് 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയ പയറാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിടുക. അതിനുശേഷം 15 മിനിറ്റ് വെച്ചാൽ മതി. ആദ്യത്തെ വിസിൽ വന്നിട്ട് സിമ്മിലിടുക. 15 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യുമ്പോൾ അതുപോലെ വെന്തിട്ടുണ്ടാവും. പിന്നെ പലതരം പയറിന് പലതരം വേവാണ് കേട്ടോ, അത് നോക്കുക. ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് 2 കായ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് പ്രഷർ പോയി കഴിഞ്ഞിട്ട് തുറന്നത്. അപ്പോൾ ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടില്ല, പക്ഷേ പാകത്തിന് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പയർ നന്നായിട്ട് വെന്തു. അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ആ വെള്ളത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച കായ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ വെള്ളത്തിൽ ഉപ്പുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഉപ്പ് ഇവിടെ ഉപ്പ് ഇത്തിരി കൂടെ വേണം. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കായലിലും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഒരു വിസിൽ വന്നപ്പോൾ കായയും വെന്ത് കിട്ടി. കായ വേഗം വേണത്, അപ്പോൾ ഒരു വിസിൽ മതി. പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ കുത്തിക്കാച്ചാൻ പോവുകയാണ്. ചുമന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ട്. അപ്പോൾ ചുമന്നുള്ളി എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഒരു 5-6 എടുത്താലും മതി. ചുമന്നുള്ളി എത്ര വേണമെങ്കിലും എടുക്കാം, കാരണം അപ്പോൾ ആ മസാലയ്ക്ക് കുറച്ചും കൂടെ നല്ല കട്ടി ഉണ്ടാവും. പിന്നെ അതിൽ ഉണക്കമുളക്, കുത്തിപ്പൊടിച്ച മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി, അത് എരിവ് ആവശ്യമുള്ളവർക്ക് കേട്ടോ. ഇവിടെ ഇത്തിരി എരിവ് കൂടുതൽ വേണം, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തു. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കായയും പയറും കൂടെ അതിൽ ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി വലിപ്പമുള്ള പാത്രമാണെങ്കിൽ നന്നായിട്ട് ഒന്ന് ഒലർന്ന പോലെ കിട്ടുന്നുണ്ട്. ഇത് കുറച്ച് കുഴഞ്ഞു, ഇതൊക്കെ പാത്രം ചെറുതായിരുന്നു. അപ്പോൾ വലിപ്പത്തിലുള്ള പാത്രമാണെങ്കിൽ ഇളക്കാൻ സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അധികം ഉടയാണ്ട് കിട്ടിയേനെ. എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ചെറിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ല സുഖമായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. ബൈ.